10ാം ക്ലാസ് സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ബയോളജി 2023-24 ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ആദ്യം 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. ആദ്യ ചോദ്യം, ബോക്സിൽ നൽകിയ ന്യൂക്ലിയോടൈഡിന് ജോഡിയായി വരുന്ന ന്യൂക്ലിയോടൈഡ് ഏത്? ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്ന ന്യൂക്ലിയോടൈഡിൽ വരുന്നത് ഗോനൈനാണ് അല്ലേ? ഗോനൈൻ. അപ്പോൾ നമുക്കറിയാം ഗോനൈന് ജോഡി ചേരുന്നത് സി, അതായത് സൈറ്റോസിനാണ്. സൈറ്റോസിൻ അല്ലേ? ഗോനൈനും സൈറ്റോസിനും അതുപോലെ തന്നെ അഡിനിനും തൈമിനുമാണ് പരസ്പരം ജോഡി ചെയ്യുന്നത്. ഇവിടെ ആൻസർ ഉത്തരം സി ആണ് അല്ലേ? അതായത് ഗോനൈൻ സൈറ്റോസിൻ. ഓക്കെ. ചോദ്യം 2. ചോദ്യം ഇതാണ്: താഴെ തന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഫംഗസ്, വഴുതനയിലെ വാട്ടരോഗം വൈറസ്, വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ്, കുളമ്പ് രോഗം ബാക്ടീരിയ അല്ലേ? അപ്പോൾ ഇവിടെ ശരിയായ ജോഡികൾ 1 എ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഫംഗസ്, അതുപോലെ തന്നെ സി വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ്. ചോദ്യം 3. ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക. പട്ടിക ഇതാണ്: രക്തഗ്രൂപ്പ് ബി പോസിറ്റീവ്, ആൻറ്റിജനുകൾ 1 തന്നിട്ടുണ്ട്, ബി 1 പൂരിപ്പിക്കാനാണ്, അതുപോലെ ആൻറ്റിബോഡിയും പൂരിപ്പിക്കാനാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 1, 2 പൂരിപ്പിക്കാനാണുള്ളത് അല്ലേ? അപ്പോൾ രക്തഗ്രൂപ്പ് ബി പോസിറ്റീവാണ്. ബി പോസിറ്റീവ് ആണെങ്കിൽ അതിലുള്ള ആൻറ്റിജനുകൾ ബി ആൻറ്റിജൻ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊന്ന് ആൻറ്റിജൻ ഡി പോസിറ്റീവ് ആയത് കാരണം ആൻറ്റിജൻ ഡി അല്ലേ? ആൻറ്റിജൻ ഡിയുടെ മറ്റൊരു പേരാണ് RH ഘടകം അല്ലേ? RH ഘടകം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് പോസിറ്റീവാണ്, അല്ലെങ്കിൽ ആൻറ്റിജൻ ഡി ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. ഇനി ഇവിടുത്തെ ആൻറ്റിബോഡി ബി ഗ്രൂപ്പിലുള്ള ആൻറ്റിബോഡി അല്ലേ? ബി ഗ്രൂപ്പ് ആണെങ്കിൽ അതിലുള്ള ആൻറ്റിബോഡി എ ആയിരിക്കും. ചെറിയ അക്ഷരം എ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. 4ാമത്തെ ചോദ്യം: അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ചോദ്യം എ: എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കാലോസ് എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കാലോസ് എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. ഇവിടെ രോഗാണുക്കളെ തടയുന്നത് കാലോസ് അല്ല, കെരാറ്റിനാണ്. എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിനാണ് രോഗാണുക്കളെ തടയുന്നത്. ഓക്കെ. അപ്പോൾ അത് മാത്രമാണ് തെറ്റുള്ളത്. ബാക്കിയുള്ള 2 ഉമിനീരിലെ ലൈസോസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു, ശരിയാണ്. അതുപോലെ തന്നെ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ടി ലിംഫോസൈറ്റുകൾ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു, അതും ശരിയാണ് അല്ലേ? ഉത്തരം കാലോസിന് പകരം കെരാറ്റിൻ. ഓക്കെ. ചോദ്യം 5. ചോദ്യം ഇതാണ്: പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. എ ഫൈലിയറൽ വിര, ക്യൂലെക്സ് കൊതുക്, മന്ത് അല്ലേ? അപ്പോൾ നമുക്കൊരു ബന്ധം ഇവിടെ തന്നിട്ടുണ്ട്. ഫൈലിയറിയൽ വിര അല്ലേ? ക്യൂലെക്സ് കൊതുകാണ് അല്ലേ? കോലെക്സ് കൊതുകാണ് മറ്റ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. മന്തെന്ന് പറയുന്ന രോഗമാണ്. മന്തുണ്ടാക്കുന്നത് ക്യൂലെക്സ് വിരയാണ് അല്ലേ? ഫൈലിയറിയൽ വിരയാണ്. അത് പരത്തുന്ന കൊതുകാണ് ക്യൂലെക്സ് കൊതുകുകൾ. അതുപോലെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് മലമ്പനിയാണ്. രോഗം മലമ്പനി അല്ലേ? ഈ മലമ്പനി ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം അല്ലേ? പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. അതുപോലെ തന്നെ അത് അനോഫിലിസ് കൊതുകുകളാണ് മലമ്പനി അല്ലേ പരത്തുന്നത്. അനോഫിലിസ് കൊതുക്, പ്ലാസ്മോഡിയം അനോഫിലിസ് കൊതുക് മലമ്പനി എന്നാക്കി മാറ്റണം. ഇനി ചോദ്യം 6. തന്നിരിക്കുന്ന ചിത്രീകരണത്തിൽ എ ബി സി എന്ന് സൂചിപ്പിച്ച ഭാഗങ്ങളെ 4 കുട്ടികൾ തിരിച്ചറിഞ്ഞത് ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായത് ഏതാണ്? അല്ല, അപ്പോൾ ഈ എ ബി സി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ്.
ചിത്രം വരയ്ക്കേണ്ടതില്ല എന്നിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടി 1 എ ഡെൻഡ്രോൺ എന്നാണ് പറഞ്ഞത്, ബി ആക്സോൺ, അതുപോലെ തന്നെ സി ആക്സോണൈറ്റ്, അത് തെറ്റാണ്. അതുപോലെ തന്നെ കുട്ടി 2 എ ഡെൻഡ്രൈറ്റ്, അതുപോലെ തന്നെ ബി ആക്സോൺ, അതുപോലെ സി ആക്സോണൈറ്റ്. ഇവിടെ ബി തെറ്റാണ് അല്ലേ. ഇനി ചോദ്യം 3, മൂന്നാമത്തെ പ്രസ്താവന കുട്ടി 3 എ ഡെൻഡ്രൈറ്റ്, അത് ശരിയാണ്. ബി ഷ്വാൻ കോശം, അതുപോലെ തന്നെ സി സിനാപ്റ്റിക് നോബ്. അപ്പോൾ അതാണ് ശരി അല്ലേ, മൂന്നാമത്തതാണ് ശരി അല്ലേ. ഇവിടെ നാലാമത് പറയുന്നത് എ ഡെൻഡ്രോൺ ആണ്, തെറ്റാണ്. അതുപോലെ തന്നെ ഓക്കെ, ബാക്കിയും അതുപോലെ തന്നെ സിയും അത് സിനാപ്റ്റിക് നോബ് എന്നുമാണ്, അതും ശരിയാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തതാണ് ഇതിൽ ശരിയായിട്ട് ഉള്ളത്. ചോദ്യം 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. ചോദ്യം 7, ഒരു പകർച്ചവ്യാധിയുടെ രോഗലക്ഷണങ്ങൾ ബോക്സിൽ തന്നിരിക്കുന്നു. അവയെ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ലക്ഷണങ്ങൾ ഇതാണ്: 1 ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ്. ചോദ്യം എ, രോഗമേത്? ഇത് എലിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. രോഗം എലിപ്പനി. അടുത്ത അതിലൊരു ചോദ്യം കൂടെ ഉണ്ട്: രോഗകാരിയായ ബാക്ടീരിയ ഏത്? ഏത് ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. ഇനി ഈ രോഗികളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനുള്ള കാരണം എന്ത്? ഈ രോഗികളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനുള്ള കാരണം എന്ത് എന്നാണ് അല്ലേ. അപ്പോൾ ഈ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതായത് ഈ ബാക്ടീരിയകൾ ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും അതുപോലെ തന്നെ ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. ചോദ്യം 8, കണ്ണിനുണ്ടാകുന്ന ന്യൂനതകളും രോഗങ്ങളും അവയുടെ കാരണങ്ങളും ബോക്സിൽ നൽകിയിരിക്കുന്നു. അവ ഉപയോഗിച്ച് മാതൃകയിലേതുപോലെ 4 ജോഡികൾ നിർമ്മിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന മാതൃക ഹ്രസ്വദൃഷ്ടി, നേത്രഗോളത്തിന് നീളക്കൂടുതൽ. ഒരു മാതൃകയാണ് ഹ്രസ്വദൃഷ്ടി, അത് നേത്രഗോളത്തിന് നീളക്കൂടുതൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാക്കി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? 1 സിറോഫ്താൽമിയ അല്ലേ. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. സിറോഫ്താൽമിയ 1 സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം. 2 ഗ്ലോക്കോമ അല്ലേ. ഗ്ലോക്കോമക്ക് ഉണ്ടാകാനുള്ള കാരണം അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണത്തിൽ തടസ്സം അല്ലേ. ഗ്ലോക്കോമ ഉണ്ടാകാനുള്ള കാരണം അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണത്തിൻ്റെ തടസ്സം. അതുപോലെ 3 തിമിരം നേത്ര ലെൻസ് അധാര്യമാകുന്നു. അതുപോലെ 4 വർണ്ണാന്തത, കോൺ കോശങ്ങളുടെ തകരാറ്. ഓക്കെ, അപ്പോൾ സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം, ഗ്ലോക്കോമ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത്, അതുപോലെ തിമിരം നേത്ര ലെൻസ് അധാര്യമാകുന്നു, വർണ്ണാന്തത, കോൺ കോശങ്ങളുടെ തകരാറ്. ചോദ്യം 9, ചോദ്യം ഇതാണ്: മെൻഡലിൻ്റെ ഒരു പരീക്ഷണത്തിൽ ഉരുണ്ട വിത്തുള്ള പയർചെടിയെ, അതായത് 2 ക്യാപിറ്റൽ R, ചുളുങ്ങിയ വിത്തുള്ള പയർചെടി, ചുളുങ്ങിയ വിത്തിൻ്റെത് സ്മോൾ r വർഗസംകരണം നടത്തി അല്ലേ. മെൻഡലിൻ്റെ ഒരു പരീക്ഷണത്തിൽ ഉരുണ്ട വിത്തുള്ള പയർചെടിയെയും ചുളുങ്ങിയ വിത്തുള്ള പയർചെടിയെയും വർഗസംകരണം നടത്തി. 2ാം തലമുറയിൽ 3:1 അനുപാതത്തിൽ ഉരുണ്ട വിത്തുള്ളതും ചുളുങ്ങിയ വിത്തുള്ളതുമായ ചെടികൾ ഉണ്ടായി അല്ലേ. അതായത് ഇവിടെ 3 എണ്ണം ഉരുണ്ട വിത്തും 1 ചുളുങ്ങിയ വിത്തുമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ചോദ്യം എ, 1ാം തലമുറയിലെ ഗുപ്തഗുണം ഏത്? ഈ ഗുപ്തഗുണം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഗുണമാണ്. നമുക്കറിയാം ഇവിടെ ഒരു ജോഡി ഗുണങ്ങളെയാണ് വർഗസംകരണത്തിന് വിധേയമാക്കുന്നത് അല്ലേ. ഇവിടെ
ഉരുണ്ട വിത്ത് വലിയ അക്ഷരത്തെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ ചുളുങ്ങിയ വിത്ത് ചെറിയ അക്ഷരങ്ങളെയും സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ഒന്നാം തലമുറയിൽ വലിയ അക്ഷരത്തിൻ്റെ സ്വഭാവമാണ് പ്രകടമാകുന്നത്. ആ ഗുണം പ്രകട ഗുണമാണ്. അതായത് ഉരുണ്ട വിത്ത് പ്രകട ഗുണം, അതുപോലെ തന്നെ പ്രകടമാകാത്ത ഗുണമാണ് ചെറിയ അക്ഷരം അല്ലേ. അതിവിടെ ഏതാണ്? ചുളുങ്ങിയ വിത്ത്. ആ ഗുണമാണ് ഗുപ്തഗുണം. അപ്പോൾ ഇവിടുത്തെ ഗുപ്തഗുണം എന്ന് പറയുന്നത് ചുളുങ്ങിയ വിത്താണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷമാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നത് അല്ലേ? എന്താ ഉത്തരം? ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നതുകൊണ്ട് അല്ലേ. അങ്ങനെ വേർപിരിയുന്നത് അടുത്ത തലമുറയിലേക്ക് സ്വതന്ത്രമായി വ്യാപരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത സ്വഭാവം രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നത് അല്ലേ. അപ്പോൾ എന്താ ഉത്തരം? ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നതുകൊണ്ട്. ചോദ്യം ബി, രണ്ടാം തലമുറ രൂപീകരണത്തെ ചിത്രീകരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാം തലമുറ. അപ്പോൾ ഇവിടെ ഒരു വലിയാറ് ഒരു ചെറിയാറ്, അതുപോലെ തന്നെ ഒരു വലിയാറ് ഒരു ചെറിയാറ് അല്ലേ. ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഇതിൽ നിന്ന് ഒരു വലിയാറ്, അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു വലിയാറ്, അപ്പോൾ 6 അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു വലിയാറ്, ഇവിടുന്ന് ഒരു ചെറിയാറ് 6 അതുപോലെ ഇവിടുന്ന് ചെറിയാറ് വലിയാറ് 6 അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ചെറിയാറും ഇവിടുന്നും ചെറിയാറ് അല്ലേ, 2 ചെറിയാറ്. അപ്പോൾ ഈ 3 ഇവിടെ ഉരുണ്ട സ്വഭാവം കാണിക്കും, ഉരുണ്ട വിത്തിൻ്റെ സ്വഭാവം കാണിക്കും. ഇത് മാത്രമാണ് ചുളുങ്ങി വിത്തിൻ്റെ സ്വഭാവം. 3:1 അല്ലേ. ഈ 3 വലുത്, 3 ഉരുണ്ടത്, 1 ചെറുത്. അതാണ് 3:1 എന്ന അനുപാതം. ഓക്കെ. ചോദ്യം 10. ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ, പനിയുമായി ബന്ധപ്പെട്ട് നൽകിയ ഫ്ലോ ചാർട്ട് ഉചിതമായി പൂരിപ്പിക്കുക. 1. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. രോഗാണുക്കൾ ഡാഷ് പുറപ്പെടുവിക്കുന്നു. ഒന്നാണത്, പൂരിപ്പിക്കാനുള്ള ഒന്നാണ്. രോഗാണുക്കൾ വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ടോക്സിനുകൾ പുറപ്പെടുവിക്കുന്നു അല്ലേ. അപ്പോൾ ഉത്തരം വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ടോക്സിനുകൾ. ഇനി ശ്വേതരക്താണുക്കൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. പിന്നെ ശ്വേതരക്താണുക്കൾ ഡാഷ് പുറപ്പെടുവിക്കുന്നു അല്ലേ. 2 അത് ഉത്തരം എഴുതാനുള്ള ചോദ്യം 2. ശ്വേതരക്താണുക്കൾ രാസവസ്തുക്കളാണ് പുറപ്പെടുവിക്കുന്നത്. പിന്നീട് ശരീര താപനില ഉയരുന്നു. അപ്പോൾ 1 വിഷവസ്തുക്കൾ, 2 രാസവസ്തുക്കൾ. ചോദ്യം ബി, ശരീര താപനില ഉയരുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതുക. ശരീര താപനില ഉയരുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതുക. 1. രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയും. 2. ഫാഗോസൈറ്റോസിസിൻ്റെ ഫലപ്രാപ്തി കൂടും അല്ലേ. ഇതാണ് ഉത്തരം. ചോദ്യം 11. അഡ്രിനൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ആശയ ചിത്രീകരണം ഉചിതമായി പൂരിപ്പിക്കുക. 2 മാർക്ക്. അപ്പോൾ ഇവിടെ അഡ്രിനൽ ഗ്രന്ഥി, കോർട്ടക്സ് അല്ലേ. എ എന്ന് പറയുന്നത് മെഡുല. അഡ്രിനൽ ഗ്രന്ഥിക്ക് 2 ഭാഗങ്ങളുണ്ട്. പുറം ഭാഗമാണ് കോർട്ടക്സ്, ഉൾഭാഗം മെഡുല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എ മെഡുല. ഇനി ഈ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. ഒന്ന് എപ്പിനെഫ്രിൻ, മറ്റൊന്ന് നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, അതുപോലെ നോർ എപ്പിനെഫ്രിൻ എപ്പിനെഫ്രിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇനി കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ അല്ലേ. കോർട്ടിസോളിൻ്റെ ധർമ്മമാണ് എഴുതേണ്ടത്. അപ്പോൾ ബി എന്താണ്? ഗ്ലൂക്കോസ് നിർമ്മാണം, അതുപോലെ അലർജി, വീക്കം എന്നിവ ഇല്ലാതാക്കൽ. സി, ഹോർമോണിൻ്റെ പേര് തന്നിട്ടില്ല അല്ലേ. അതിൻ്റെ പ്രവർത്തനം ഏതൊക്കെയാണ്? സി, അൽഡോസ്റ്ററോണാണ്. അൽഡോസ്റ്ററോണിൻ്റെ ധർമ്മങ്ങൾ ജല ലവണ സന്തുലിതാവസ്ഥ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കൽ. ഇനി 3ാമത്തെ ഹോർമോൺ നമുക്ക് തന്നിട്ടുണ്ട്, ലൈംഗിക ഹോർമോണുകൾ ലൈംഗിക വളർച്ച നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇവിടെ എ, ബി, സി, ഡി. എ എന്ന് പറയുന്നത് മെഡുലയാണ്. ബി ഗ്ലൂക്കോസ് നിർമ്മാണം, അലർജി, വീക്കം എന്നിവ ഇല്ലാതാക്കൽ. അതുപോലെ സി അൽഡോസ്റ്ററോൺ ആണ്. അതിൻ്റെ ധർമ്മങ്ങളാണ് ജല ലവണ സന്തുലിതാവസ്ഥ, രക്തസമ്മർദ്ദം ക്രമീകരിക്കൽ.
ഇനി ചോദ്യം 12. ചോദ്യത്തിൽ 3 ഘട്ടങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 3 ഘട്ടങ്ങളുണ്ട്. ചിത്രീകരണം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത് തരം കോശ വിഭജനത്തിലാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഈ ചിത്രീകരണം സൂചിപ്പിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറലാണ് ഇത്. ഇനി ഏത് തരം കോശ വിഭജനത്തിലാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ഊനഭംഗത്തിലാണ് അല്ലേ? ഊനഭംഗത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ചോദ്യം ബി. ഈ പ്രക്രിയ ജീവികളിൽ വ്യതിയാനത്തിന് കാരണമാകുന്നതെങ്ങനെ? ഉത്തരം ജീനുകളുടെ സാധാരണ ക്രമീകരണത്തിൽ മാറ്റം സംഭവിക്കുന്നു. ജീനുകളുടെ സാധാരണ ക്രമീകരണത്തിൽ മാറ്റം സംഭവിച്ചിട്ടാണ് ജീവികളിൽ വ്യതിയാനത്തിന് കാരണമാകുന്നത്. ചോദ്യം 13. ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണം ഇതാണ്. അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. അരുണരക്താണുക്കൾ വളയുന്നു. ചോദ്യം. രോഗാവസ്ഥ ഏത്? നമുക്കറിയാം ഇത് ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെയാണ്. ഉത്തരം സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. ഈ രോഗികളിൽ അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയാൻ കാരണമെന്ത്? ഉത്തരം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം വന്ന് അരുണരക്താണുക്കൾ ചുരുങ്ങുന്നതിനാൽ അല്ലെ? ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം വന്ന് അരുണരക്താണുക്കൾ ചുരുങ്ങുന്നു അല്ലെങ്കിൽ അരിവാൾ പോലെ വളയുന്നു. ഇനി ചോദ്യം ബി. ഈ രോഗം രക്തപര്യനത്തെ ബാധിക്കുന്നത് എങ്ങനെ? അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തും അല്ലേ? ഈ കോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തും. അടുത്ത ചോദ്യം. 14 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 മാർക്ക് വീതം. 14. സസ്യ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രീകരണത്തിൽ വിട്ടുപോയ ഭാഗങ്ങൾ എഴുതുക. 1. ഹോർമോൺ ജിബർലിൻ. അതിൻ്റെ ധർമ്മം തന്നിട്ടില്ല. ജിബർലിൻ്റെ ധർമ്മം വിത്തിലെ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിക്കൽ, അതുപോലെ ഇലവിരിയൽ. അടുത്തത് ബി. ധർമ്മം കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. ആ ഹോർമോൺ ഏതാണ്? സൈറ്റോകൈനിൻ. അപ്പോൾ ബി സൈറ്റോകൈനിനാണ്. അടുത്തത് ധർമ്മം അഗ്രമുകുളത്തിൻ്റെ വളർച്ച. ഏതാ ഹോർമോൺ? ഓക്സിൻ. സി ഓക്സിനാണ് അല്ലേ? ഇനി മറ്റൊന്ന് ഡി. ധർമ്മം ഫലരൂപീകരണം. ഫലരൂപീകരണം സാധ്യമാക്കുന്ന ഹോർമോണാണ് ഓക്സിൻ തന്നെയാണ്, ഓക്സിൻ. നെക്സ്റ്റ് ഹോർമോൺ എഥിലീൻ. എഥിലീൻ്റെ ധർമ്മം ഇലകളും ഫലങ്ങളും പാകമാകൽ. ഇലകളും ഫലങ്ങളും പാകമാകലാണ് എഥിലീൻ്റെ ധർമ്മം. അടുത്തത് ധർമ്മമാണ് ഇല, കായ് എന്നിവ പൊഴിയുന്നു. ഇലകളും കായ്കളും പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോണ് അബ്സസിക് ആസിഡാണ്, അബ്സസിക് ആസിഡ്. ഓക്കെ. നെക്സ്റ്റ് 15. ചോദ്യം 15. ചോദ്യം ഇതാണ്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. കാരണം എഴുതുക. 1. ഹൃദയാഘാതം. ഹൃദയാഘാതത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനാൽ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനാൽ. 2. ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുകവലിയാണ് ബ്രോങ്കൈറ്റിസിൻ്റെ കാരണം. ഇതിലെ ചോദ്യം ബി. ഈ രോഗങ്ങൾ ഒഴിവാക്കുന്നതിന് ജീവിതശൈലിയിൽ വരുത്തേണ്ട ഓരോ മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. ഈ രോഗങ്ങൾ ഒഴിവാക്കുന്നതിന് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. 1. കൊഴുപ്പും അതുപോലെ തന്നെ ഉപ്പും കൂടിയ ഭക്ഷണം കുറയ്ക്കുക. അതുപോലെ തന്നെ വ്യായാമം, പുകവലി അല്ലേ? നന്നായിട്ട് വ്യായാമം ചെയ്യുക. മറ്റൊന്ന് പുകവലി ശീലം ഒഴിവാക്കുക. പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക. ചോദ്യം 16. നൽകിയിരിക്കുന്ന വസ്തുതകളെ തരംതിരിച്ച് അനുയോജ്യമായവയെ മാത്രം പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്
വസ്തുതകൾ മറ്റ് ശരീരരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ക്യാൻസർ ബാധിത കോശങ്ങളെ നശിപ്പിക്കുന്നു, ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു, മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. നമുക്ക് ബോക്സ് തന്നിട്ടുണ്ട്. ടി ലിംഫോസൈറ്റ്, ബേസോഫില്, ആൻറ്റിബോഡികൾ അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രവർത്തനമാണ് ഇവിടെ എഴുതേണ്ടത്. ഇതിൽ ടി ലിംഫോസൈറ്റുകൾ ഏതൊക്കെയാണ്? 1, 6 ടി ലിംഫോസൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾ. മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, 6ാമത്തത്. അതുപോലെ തന്നെ മൂന്നാമത്തത് ഏതാ? ക്യാൻസർ ബാധിത കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ലിംഫോസൈറ്റ്. അടുത്ത ബേസോഫില്. ബേസോഫിലിൻ്റെ പ്രവർത്തനം 1ാമത്തെ തന്നെയാണ്. മറ്റ് ശരീരരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ 5ാമത്തത് രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇനി ആൻറ്റിബോഡികൾ. 1, 4 ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 7 ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ചോദ്യം 17. ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം എ, വാക്സിനുകൾ എന്നാൽ എന്ത്? ഉത്തരം, കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ചോദ്യം ബി, BCG വാക്സിൻ കുത്തിവെച്ചാൽ ക്ഷയരോഗത്തിനെതിരെ പ്രതിരോധശേഷി ലഭിക്കുന്നതെങ്ങനെ? BCG വാക്സിൻ കുത്തിവെച്ചാൽ ക്ഷയരോഗത്തിനെതിരെ പ്രതിരോധ ശേഷി ലഭിക്കുന്നതെങ്ങനെ? അപ്പോൾ ഈ വാക്സിൻ ഇവ ആൻറ്റിജനുകളായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൻറ്റിബോഡികൾ ശരീരത്തിൽ നിലനിൽക്കും അല്ലേ. അപ്പോൾ ആൻറ്റിബോഡികൾ ശരീരത്തിൽ മരണം വരെ നിലനിൽക്കും അല്ലേ. ഈ ആൻറ്റിബോഡിയാണ് നമ്മുടെ ശരീരത്തിൽ ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗം ഇല്ലാതാക്കുന്നത് അല്ലേ. പിന്നീട് വരാത്തതിനുള്ള കാരണം അതാണ്. ആൻറ്റിബോഡികൾ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് വാക്സിൻ ഉപയോഗിക്കുന്നതിലൂടെ. ഇനി ചോദ്യം 18. മനുഷ്യനിലെ ലിംഗനിർണ്ണയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മനുഷ്യനിലെ ലിംഗനിർണ്ണയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന സ്ത്രീ 44+XX, അതുപോലെ പുരുഷൻ 44+XY അല്ലേ. ഇനി പൂരിപ്പിക്കാനുള്ള ചോദ്യം എ, 1, 2, 3, 4 എന്നിവ പൂരിപ്പിക്കുക അല്ലേ. ഇവിടെ 1 ബീജകോശങ്ങളാണ്. സ്ത്രീയിലുള്ള ബീജകോശമാണ് എഴുതേണ്ടത്. അത് 22+X അല്ലേ. 22+X, അതുപോലെ 1 കൂടെ ഉണ്ടാകും 22+X അല്ലേ. ഇതേപോലെ 2 ഉണ്ടാകും. 22+X അല്ലേ ആണ് ഉത്തരം. ഇനി പുരുഷനിൽ രണ്ടാമത്തത് 22+X, അതിൻ്റെ കൂടെ വരുന്നത് 22+Y അല്ലേ. പുരുഷനിലാണ് 2 വ്യത്യസ്ത ലിംഗനിർണ്ണയ ക്രോമസോം ഉള്ളത്. സ്ത്രീകളിൽ ഒരുപോലെയാണുള്ളത്. ഓക്കെ. ഇനി മൂന്നാമത്തത് ഈ മൂന്നാമത് പൂരിപ്പിക്കാനുള്ളത് ഇവിടെ വരുന്നത് 44+XX അല്ലേ. സ്ത്രീയിലുള്ള ഒരു എക്സും അതുപോലെ തന്നെ പുരുഷനിലെ എക്സുമാണ് കൂടിച്ചേരുന്നത്. അപ്പോൾ ആകെ എണ്ണം 44+XX, അങ്ങനെ 46. അതുപോലെ നാലാമത്തത് പൂരിപ്പിക്കാനുള്ളത് സ്ത്രീകളിൽ എക്സ് മാത്രമാണ്. അപ്പോൾ 44+XY അല്ലേ. 44+XYയുമാണ് വരിക. ഇനി ചോദ്യം ബി, മനുഷ്യനിൽ സ്ത്രീ പുരുഷാനുപാതം ഏകദേശം 1:1 ആണ്. ഈ ചിത്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് നിങ്ങൾ എന്ത് വിശദീകരണം നൽകും? അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, മനുഷ്യനിൽ സ്ത്രീ പുരുഷാനുപാതം ഏകദേശം 1:1 ആണ്. ഈ ചിത്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഇവിടെ ഉത്തരം, സ്ത്രീകളിൽ എക്സ് അടങ്ങിയ അണ്ഡം മാത്രം ഉണ്ടാകുമ്പോൾ പുരുഷനിൽ X,Y എന്ന 2 വ്യത്യസ്ത തരം ബീജങ്ങളുള്ളതിനാൽ ആൺ പെൺ അനുപാതം ഏകദേശം തുല്യമായിരിക്കും അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം 19.
ചോദ്യം ഇതാണ്. ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം ഇതാണ്. ചിത്രം എ. ചോദ്യം എ. ചിത്രീകരണത്തിൽ സൂചിപ്പിച്ച പ്രക്രിയ ഏത്? ഈ ചിത്രം സൂചിപ്പിക്കുന്നത് ജീനുകളുടെ പ്രവർത്തനമാണ്. ജീനുകളുടെ പ്രവർത്തനം അഥവാ പ്രോട്ടീൻ നിർമ്മാണം അല്ലേ. ചോദ്യം ബി. എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ ഈ എക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എക്സ് അല്ലേ, എക്സ് ഇവിടെ നിന്ന് വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് mRNA ആണ്. mRNA ആണ് എക്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതിന് ആ പേര് വരാൻ കാരണമെന്ത്? ഇവിടെ സൂചിപ്പിച്ച പ്രക്രിയയിൽ എക്സിൻ്റെ പങ്ക് എന്താണ്? അപ്പോൾ ഇവിടെ ഇത് DNA-യുടെ സന്ദേശവാഹകരാണ് അല്ലേ. mRNA എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA, അതായത് DNA-യുടെ സന്ദേശവാഹകരാണ് mRNA എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മെസ്സഞ്ചർ DNA അല്ലേ, മെസ്സഞ്ചർ DNA എന്നറിയപ്പെടുന്ന ഇവ DNA-യിൽ നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം റൈബോസോമുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശങ്ങൾ DNA-യുടെ നിർദ്ദേശമനുസരിച്ച് എവിടേക്ക് എത്തിക്കുന്നു? റൈബോസോമുകളിലേക്ക് എത്തിക്കുകയാണ് mRNA ചെയ്യുന്നത്. mRNA അഥവാ മെസ്സഞ്ചർ RNA ചെയ്യുന്നത്. ചോദ്യം 20. ചോദ്യം. ബോക്സിൽ നൽകിയിരിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി കേൾവി എന്ന അനുഭവത്തെ ഫ്ലോട്ട് ചാർട്ട് രൂപത്തിൽ ചിത്രീകരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ആശയം ഇതാണ്. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. കോക്ലിയക്കകത്തെ ദ്രവത്തിൻ്റെ ചലനം, ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങളുടെ ഉത്തേജന ഫലമായി ആവേഗങ്ങളുണ്ടാകുന്നു. അസ്ഥി ശൃംഖല ചലിക്കുന്നു. ആവേഗങ്ങൾ ശ്രവണ നാഡി വഴി സെറിബ്രത്തിലെത്തുന്നതിൻ്റെ ഫലമായി കേൾവി സാധ്യമാകുന്നു. ഓവൽ വിൻഡോയുടെ ചലനം. ഇതാണ് തന്നിരിക്കുന്ന ആശയം അല്ലേ. അപ്പം ഇനി നമ്മളതൊരു ഫ്ലോ ചാർട്ടാക്കി മാറ്റണം. ഇവിടെ ബാഹ്യകോശത്തിലൂടെ എത്തുന്ന ശബ്ദരംഗങ്ങൾ, കർണപടം, അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോയുടെ ചലനം, കോക്ലിയക്കകത്തെ ദ്രവങ്ങളുടെ ചലനം, ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങൾക്ക് ഉത്തേജനം, ആവേഗങ്ങൾ, ശ്രവണനാഡി, സെറിബ്രം, കേൾവി സാധ്യമാകുന്നു. ചോദ്യം 21 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക. 4 സ്കോർ വീതം. 21ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ള രോഗലക്ഷണങ്ങളെ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം. ചോദ്യം എ. രോഗമേത്? രോഗം ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ. ഒരു ചോദ്യം കൂടെ അതിലുണ്ട്. രോഗകാരിയായ ബാക്ടീരിയയുടെ പേരെഴുതുക. ഡിഫ്തീരിയയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ചോദ്യം ബി. ഈ രോഗികളുടെ തൊണ്ടയിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ആവരണം രൂപപ്പെടാനുള്ള കാരണമെന്ത്? ഉത്തരം. ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അഥവാ വിഷവസ്തുക്കൾ ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ നശിക്കുന്നതിനാൽ അല്ലേ. ശ്ലേഷ്മാവരണത്തിലുള്ള കോശങ്ങൾ നശിക്കുന്നതുകൊണ്ടാണ് ചാരനിറത്തിലുള്ള കട്ടിയുള്ള ആവരണം രൂപപ്പെടുന്നത്. ചോദ്യം സി. ഈ രോഗത്തിനുള്ള ചികിത്സ എന്ത്? ചികിത്സ ആണ് ആൻറ്റിടോക്സിനുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ. ആൻറ്റിടോക്സിനുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. ചോദ്യം ഡി. ഈ രോഗം പകരാതിരിക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഒന്ന്, പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുക. മറ്റൊന്ന്, മാസ്ക് ധരിക്കുക. അടുത്ത ചോദ്യം. ചോദ്യം 22. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണം ടെക്സ്റ്റിലുള്ള അതേപോലുള്ളതാണ് നമുക്കറിയാം.
നോക്കൂ, ഇത് ഇവിടെ 4-5 ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. ഘട്ടം 1 മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു. 2 രാസവസ്തുക്കൾ രൂപപ്പെടുന്നു. 3 രക്തലോമിക വികസിക്കുന്നു. 4 ഘട്ടം 4 ക്ഷയരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തെത്തുന്നു. ഘട്ടം 5 നമുക്ക് തന്നിട്ടില്ല, പൂരിപ്പിക്കാനുണ്ട്. എന്നിവ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ചോദ്യം, പ്രക്രിയ ഏത്? നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രക്രിയ വീങ്ങൽ പ്രതികരണമാണ്. ഉത്തരം വീങ്ങൽ പ്രതികരണം. ബി, ഘട്ടം 3 ഈ പ്രക്രിയ എങ്ങനെ സഹായിക്കുന്നു? ഘട്ടം 3 ഈ പ്രക്രിയയെ എങ്ങനെ സഹായിക്കുന്നു? ഘട്ടം 3 രക്തലോമിക വികസിക്കുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെ പറയാം? രക്തലോമിക വികസിക്കുമ്പോൾ കൂടുതൽ രക്തം ആ ഭാഗത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ ക്ഷയരക്താണുക്കൾ പുറത്ത് കടന്ന് രോഗാണുക്കളെ പെട്ടെന്ന് നേരിടാൻ കഴിയുകയും ചെയ്യും, അല്ലേ? അപ്പോൾ കൂടുതലായിട്ട് രക്തം ആ ഭാഗത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അതുവഴി ക്ഷയരക്താണുക്കൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? രോഗാണുക്കളെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയും ചെയ്യും. ഇനി ഇവിടെ ഘട്ടം സി, ഘട്ടം 5 പൂരിപ്പിക്കുക. ഘട്ടം 5 എന്ന് പറയുന്നത് ഡാഷ് ഡാഷ് എന്നിവ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ്, അല്ലേ? ആരൊക്കെയാണത്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരം ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. ചോദ്യം 23. ചോദ്യം ഇതാണ്. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ, സി എന്നീ ഭാഗങ്ങളുടെ പേരെഴുതുക. അവിടെ എ എന്ന് പറയുന്ന ഭാഗം ഹൈപ്പോതലാമസ് ആണ്, അല്ലേ? ഹൈപ്പോതലാമസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ, സി എന്ന് പറയുന്ന ഭാഗം, അല്ലേ? സി ആണ്, ഇതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ് ഇവിടെ സി എന്ന് പറയുന്ന ഭാഗം. ബി മാറി എഴുതിയതാണ്. സി ആണ്, സി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം. ഓക്കെ. ഇനി ചോദ്യം ബി, എ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണിൻ്റെ അളവ് വേനൽക്കാലത്ത് കൂടുതലും മഴക്കാലത്ത് കുറവും ആയിരിക്കും. ഏതാണ് ആ ഹോർമോൺ? അപ്പോൾ ഒന്നുകൂടി വായിക്കാം. എ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലേ? അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണിൻ്റെ അളവ് വേനൽക്കാലത്ത് കൂടുതലും മഴക്കാലത്ത് കുറവും ആയിരിക്കും. ഏതാണ് ആ ഹോർമോൺ? ഉത്തരം വാസോപ്രസിനാണ്. വാസോപ്രസിൻ, അല്ലേ? ഈ ഹോർമോണിൻ്റെ കുറവ് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നത് എങ്ങനെ? നോക്കൂ, അപ്പോൾ വാസോപ്രസിൻ്റെ അളവ്, വാസോപ്രസിനാണ് ADH, അല്ലേ? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറവ്, വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥക്കാണ് നമ്മൾ, അല്ലെങ്കിൽ അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ. ഇനി ചോദ്യം സി, എയിൽ നിന്ന് ഉണ്ടാകുന്നതും, അല്ലേ? എയിൽ നിന്നുണ്ടാകുന്നതും അതുപോലെ സിയിൽ സംഭരിക്കുന്നതുമായ മറ്റൊരു ഹോർമോൺ ഏത്? അതിൻ്റെ ഒരു ധർമ്മം എഴുതുക. അപ്പോൾ എ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്നൊരു ഹോർമോണാണ്. പക്ഷേ ഇത് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? സിയിൽ. സി എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ്, അല്ലേ? നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ആകെ 2 ഹോർമോണാണ് കാണപ്പെടുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു വാസോപ്രസിൻ, മറ്റേ ഏതാണ്? ഉത്തരം ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനാണ്. ഇതിൻ്റെ ധർമ്മം എന്താ? മിനുസമുള്ള പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കൽ, അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു ധർമ്മമാണ് മുലപ്പാൽ ചുരത്തൽ. ഓക്കെ. അപ്പോൾ ബയോളജി നല്ല എളുപ്പമായിരുന്നു. എന്നാലും കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അല്ലേ? ഓക്കെ. നന്നായിട്ട് പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായിട്ട് ഉഷാറാവുക. ഓക്കെ, ശരി, താങ്ക് യു.